പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. MS സൊല്യൂഷന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ. മലപ്പുറം സ്വദേശി അബ്ദുൽ നാസർ അറസ്റ്റിൽ. ചോദ്യപേപ്പർ നൽകിയത് MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിന്. BJPക്ക് മണ്ണൊരുക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടിക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ഇത് ആലോചിക്കട്ടെ എന്നും പിണറായി. വിമർശനം പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി എഴുതിയ ലേഖനത്തിൽ. വർഗീയതയെ താലോലിക്കുന്ന നിലപാട് മുഖ്യമന്ത്രിക്കും CPM-നുമെന്ന പ്രതിപക്ഷ നേതാവ്. മുസ്ലിം ലീഗിനെ തിരിച്ചറിയാനുള്ള ബോധ്യമുണ്ടെന്നും VD സതീശൻ. SDPIക്കെതിരെ നിർണായക കണ്ടെത്തലുമായി ED. PFI രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ജിഹാദ് വളർത്താൻ. വിദേശത്ത് നിന്നടക്കം പണം പിരിക്കാൻ SDPI പണം പിരിച്ചത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്. അറസ്റ്റിലായ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കം. ദീപശിഖ, പതാക, കൊടിമര ജാഥകൾ പൊതുസമ്മേളന വേദിയായ ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. പ്രതിനിധി സമ്മേളനം നാളെ മുതൽ. 530 പ്രതിനിധികൾ പങ്കെടുക്കും. കണ്ണൂർ കീഴ്പള്ളി വട്ടപ്പറമ്പിൽ കാട്ടാന ഇറങ്ങി. വനം വകുപ്പെത്തി കാട്ടാനയെ കാടുകയറ്റി. അതിരപ്പള്ളിയിൽ കരിക്കുകട തകർത്ത് കാട്ടാനക്കൂട്ടം. സർക്കാരിനെതിരെ സമരം കടുപ്പിച്ച ആശാവർക്കർമാർ. ആശാവർക്കർമാരുടെ കേന്ദ്ര ഫണ്ടിനെ ചൊല്ലി കേരളവും കേന്ദ്രവും തർക്കം തുടരുന്നു. ബജറ്റിന് പുറമെ 120 കോടി അധികം നൽകിയെന്ന വാദം തള്ളി സംസ്ഥാനം. രാപ്പകൽ സമരം 24ാം ദിവസം. America is back. അമേരിക്കയുടെ സുവർണകാലം തിരിച്ചുവന്നെന്ന് US കോൺഗ്രസിൽ ഡൊണാൾഡ് ട്രംപ്. അധിക തീരുവ ചുമത്തിയ തീരുമാനം പിൻവലിക്കില്ല. ഡെമോക്രാറ്റുകളും മുൻ പ്രസിഡന്റ് ജോ ബൈഡനും രൂക്ഷ വിമർശനം. കാലാവസ്ഥാ ഉച്ചകോടിയിൽ നിന്ന് പിന്മാറിയത് സാമ്പത്തിക നേട്ടമെന്നും ട്രംപ്. ട്രംപിന്റെ ഇറക്കുമതി തീരുവയിൽ തിരിച്ചടിച്ച് കാനഡ. അമേരിക്കൻ മദ്യത്തിന് വിലക്കേർപ്പെടുത്തിയ കനേഡിയൻ പ്രവശ്യ ഓൺട്രിയോ. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായുള്ള കരാറും റദ്ദാക്കി. ട്രംപിന്റെ നടപടിയെ ലോക വ്യാപാര സംഘടനയിൽ ഉന്നയിക്കുമെന്നും ജസ്റ്റിൻ ട്രൂഡോ. പാകിസ്ഥാനിൽ സൈനിക കേന്ദ്രത്തിൽ ഭീകരാക്രമണം. 15 പേർ കൊല്ലപ്പെട്ടു. 30 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 6 ഭീകരരെന്ന് സൈന്യം. സ്ഫോടനം. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ സൈനിക ക്യാമ്പിലേക്ക് ഇടിച്ചു കയറ്റി. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികളെ ഇന്ന് അറിയാം. രണ്ടാം സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. മത്സരം ഉച്ചയ്ക്ക് 2:30 ലാഹോറിൽ.